നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുമെന്ന് ആവർത്തിച്ച് പാർട്ടി നേതാവും മന്ത്രിയുമായ റോഷി അഗസ്റ്റിൻ. പെട്ടെന്നുള്ള ചോരത്തിളപ്പിൽ പറഞ്ഞതല്ല. കേരള കോൺഗ്രസ് നാഥനില്ലാ കളരിയല്ല. തീരുമാനം പാർട്ടി കൈക്കൊള്ളുമെന്നാണ് ചെയർമാൻ പറഞ്ഞത്. അല്ലാതെ മത്സരിക്കില്ല എന്നല്ലെന്നും റോഷി അഗസ്റ്റിൻ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ നാഥനില്ലാ കളരിയാണോ? ഞങ്ങളുടെ ചെയർമാൻ മത്സരിക്കും. പാർട്ടിക്ക് വേണ്ടത് ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പിന് ശേഷിയുണ്ടെന്ന് കണ്ടാലല്ലേ ജനങ്ങൾ കൂടെ നിൽക്കൂ. പിന്നെ ഞങ്ങൾ മാറി നിൽക്കുമോ? പാല നഷ്ടപ്പെടേണ്ട സീറ്റല്ല. തെറ്റുകൾ തിരുത്തി തിരിച്ചു വരുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. തീരുമാനം പാർട്ടി കൈക്കൊള്ളുമെന്നാണ് ചെയർമാൻ പറഞ്ഞത്. വളരെ ആലോചിച്ചാണ് ഞാൻ പറഞ്ഞത്. രാജ്യസഭാംഗത്തിന് നിയമസഭയിൽ മത്സരിക്കരുതെന്ന നിയമമൊന്നുമില്ലല്ലോ എന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച LDFന്റെ മധ്യമേഖലാ ജാഥയ്ക്കിടെ റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് മൈക്ക് പിടിച്ചുവാങ്ങി പറഞ്ഞിരുന്നു. എന്നാൽ അത് റോഷി അഗസ്റ്റിന്റെ ചോരത്തിളപ്പും സ്നേഹക്കൂടുതലും കൊണ്ടാണെന്നും പാർട്ടി തീരുമാനിച്ചിട്ടില്ല എന്നുമായിരുന്നു ഇതിനോട് ജോസ് കെ മാണിയുടെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിക്ക് തിരിച്ചടി. കേസിൽ തന്നെ പ്രതി ചേർത്ത FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും തന്നെ മോചിപ്പിക്കണമെന്നുമായിരുന്നു ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. SIT സ്ഥാപനത്തിൽ നിന്ന് കണ്ടെത്തിയ സ്വർണം സ്വമേധയാ കൈമാറിയതാണെന്നും 6 തവണ അറസ്റ്റിന് മുൻപ് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ടെന്നും പങ്കജ് ഭണ്ഡാരിയുടെ ഹർജിയിലുണ്ട്. എന്നാൽ പങ്കജിന് ജാമ്യം നൽകരുതെന്ന SIT നിലപാട് അംഗീകരിച്ച ഹൈക്കോടതി കേസ് റദ്ദാക്കാനാകില്ലെന്ന് വ്യക്തമാക്കി തള്ളുകയായിരുന്നു. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ അതീവ സുരക്ഷാ മേഖലയിൽ വൻ മോഷണം. ഓഫീസേഴ്സ് ക്ലബ്ബിൽ സൂക്ഷിച്ചിരുന്ന 2 കോടി രൂപ വില വരുന്ന ആനക്കൊമ്പുകളാണ് മോഷണം പോയത്. കഴിഞ്ഞ ദിവസം പാർട്ടിക്ക് ശേഷമാണ് സംഭവം. 1929 സംസ്ഥാന സർക്കാർ കൈമാറിയ ആനക്കൊമ്പുകളാണ് നഷ്ടമായത്. സംഭവത്തിൽ പൂജപ്പുര പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുതിർന്ന നേതാവും മുൻ UDF കൺവീനറുമായ ബെന്നി ബെഹനാനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ. നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ നിന്ന് മത്സരിക്കുന്നതിനാൽ സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ പുതിയ അധ്യക്ഷനെ സംബന്ധിച്ച് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിൽ നിന്ന് ബെന്നി ബെഹനാന്റെ പേരിനാണ് ഗണ്യമായ പിന്തുണ ലഭിച്ചിട്ടുള്ളത്. ആന്റണിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നെങ്കിലും വിവാദം വിനയായെന്നാണ് സൂചന. 16-കാരിയെ പീഡിപ്പിച്ചെന്ന കേസിൽ പോലീസിൽ നിന്ന് സ്വയം വിരമിച്ചയാൾ നിലമ്പൂർ പോലീസിന്റെ പിടിയിൽ. മോട്ടിവേഷണൽ സ്പീക്കറായ ഫിലിപ്പ് മമ്പാടാണ് പിടിയിലായത്. 2025 സെപ്റ്റംബറിൽ 16-കാരി കോഴിക്കോട് ചേവായൂർ പോലീസിൽ നൽകിയ പരാതി ചേവായൂർ പോലീസ് നിലമ്പൂർ പോലീസിന് കൈമാറിയിരുന്നു. കാസർഗോഡുള്ള ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. പെരിന്തൽമണ്ണ SI ആയിരിക്കെ ലഹരിക്കെതിരെ മോട്ടിവേഷൻ ക്ലാസുകൾ എടുക്കുന്നതിനായി സർവീസിൽ നിന്ന് ഇയാൾ സ്വയം വിരമിക്കുകയായിരുന്നു. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ 7ാം പ്രതി അറസ്റ്റിൽ. മഞ്ഞാടി സ്വദേശി ഷിൻഡോ P സണ്ണിയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പിടിയിലായത്. 1ാം പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കേസിൽ 7ാമതൊരാൾ കൂടി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. ഗുണ്ടാപ്പിരിവ് നൽകാത്ത വിരോധത്തിൽ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നതാണ് പോലീസ് കേസ്. ബലാത്സംഗത്തിന് സഹപ്രവർത്തകയുടെ ഒത്താശ ഉണ്ടെന്ന സംശയവും അതിജീവിതം ഉന്നയിച്ചിരുന്നു. ഇത് സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കേസിലെ മുഖ്യപ്രതിയായ മരണസുബിനടക്കം 6 പേരെയാണ് കേസിൽ ആദ്യം പ്രതി ചേർത്തത്. CCTV ദൃശ്യം കൂടുതൽ പരിശോധിച്ചതിൽ നിന്നാണ് 7ാമതൊരു പ്രതി കൂടിയുണ്ടെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. ഫെബ്രുവരി 1-നാണ് തിരുവല്ല നഗരത്തോട് ചേർന്നുള്ള സ്പായിൽ കാപ്പ പ്രതി മരണസുബിൻ അതിക്രമിച്ചു കയറി ജീവനക്കാരെ ബലാത്സംഗം ചെയ്തതായി പരാതിയുള്ളത്. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലുള്ള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ LDF ജാഥയുടെ പോസ്റ്ററുകൾ പതിച്ചതിനെ ചൊല്ലി വലിയ വിവാദം. സംഭവത്തിൽ കേരള കോൺഗ്രസ് M നേതാവ് ജോസ് കെ മാണി പരസ്യമായി മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകി. LDF നടത്തുന്ന ഒരു പ്രചാരണ ജാഥയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് സമീപവും പള്ളിയുടെ മതിലിലും പതിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിന്റെ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. LDF ജാഥയുടെ ഭാഗമായുള്ള പോസ്റ്ററുകളായതിനാൽ സഖ്യകക്ഷി നേതാവായ ജോസ് കെ മാണി ഇതിന് മറുപടി പറയണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ബാംഗ്ലൂരിന് സമീപം ഹൊസ്കോട്ടെ താലൂക്കിലെ സത്യവാര ഗ്രാമത്തിൽ ഹൊസ്കോട്ടെ ദബാസ്പെട്ട ഹൈവേയിൽ ഇന്ന് പുലർച്ചെ 4:30-നുണ്ടായ വാഹനാപകടത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ 7 യുവാക്കൾ മരിച്ചു. മരിച്ച 6 പേർ കാറിൽ സഞ്ചരിച്ചിരുന്നവരും ഒരാൾ കാർ ഇടിച്ചു കയറ്റിയ ബൈക്കിൽ സഞ്ചരിച്ച ആളുമാണ്. മരിച്ചവരെല്ലാം ബാംഗ്ലൂരിൽ വിദ്യാർത്ഥികളും ജോലി ചെയ്യുന്നവരുമാണ്. യുവാക്കൾ സഞ്ചരിച്ചിരുന്ന XUV കാർ ബൈക്കിലും ചരക്ക് ലോറിയിലും ഇടിച്ചു മറിഞ്ഞുവെന്നാണ് സൂചന. കാറിലുണ്ടായിരുന്ന 6 പേരും തൽക്ഷണം മരിച്ചു. രാത്രി സെക്യൂരിറ്റി ജോലിക്ക് ശേഷം വീട്ടിലേക്ക് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ഗഗൻ എന്ന യുവാവും ഇടിയുടെ ആഘാതത്തിൽ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ കാറിന്റെ അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കാറിലുണ്ടായിരുന്ന അശ്വിൻ നായർ, അയാൻ, അർഹാൻ, ഷെരീഫ്, ഭരത്, ഏതൻ ജോർജ് എന്നിവരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.